ഹായ്, ഇന്ന് ഡേ 70 ആയിരുന്നു. അപ്പോൾ പാർക്ക് ചെയ്യാൻ കരുതിയപ്പോൾ അവിടെ ആൾക്കാരുണ്ടായിരുന്നു. ഇന്ന് വീട്ടിൽ നിന്ന് തന്നെയാണ് ചായ കുടി. അങ്ങനെ നമ്മുടെ ഇന്നത്തെ ചലഞ്ച് മുഴുവൻ വീട്ടിൽ തന്നെയായിരുന്നു നമ്മൾ ചെയ്തത്. ഓൺലൈൻ വർക്കൊക്കെ കഴിഞ്ഞതിന് ശേഷം ചലഞ്ച് കാര്യങ്ങളൊക്കെ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത്. അപ്പോൾ ഇന്ന് ലൈവൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് നമ്മുടെ 70 ഡേയ്സ് ആയിട്ടും നമ്മുടെ കാര്യങ്ങളൊക്കെ എങ്ങനെ പോകുന്നു, നമ്മുടെ ഡയറ്റ് കാര്യങ്ങളൊക്കെ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഞാൻ ഒന്ന് ലൈവിൽ വന്ന് കാര്യങ്ങൾ പറഞ്ഞു. അങ്ങനെ നമ്മൾ 200 പുഷപ്സും 2 സെറ്റ് പുള്ളപ്സും കംപ്ലീറ്റ് ചെയ്തായിരുന്നു. 3rd സെറ്റ് പുള്ളപ്പ് ആയിരുന്നു, അതും കംപ്ലീറ്റ് ചെയ്തു. ദെൻ 4th സെറ്റ് പുള്ളപ്സ് നമ്മൾ ഫിനിഷ് ചെയ്തു. ദെൻ 3rd സെറ്റ് പുഷപ്സ് ആയിരുന്നു, 3rd സെറ്റ് പുഷപ്സും നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ദെൻ നമ്മൾ 4th സെറ്റ് പുഷപ്സ് ആയിരുന്നു, 4th സെറ്റ് പുഷപ്സ് ചെയ്തു. ദെൻ ലാസ്റ്റ് സെറ്റ് പുള്ളപ്സ് ആണ്, ലാസ്റ്റ് സെറ്റ് പുള്ളപ്സും നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ കൂട്ടുകാരൊക്കെ ശ്രദ്ധിക്കുക, നല്ല രീതിയിൽ വർക്കൗട്ട് ചെയ്യുക, നല്ല ഫുഡ് കഴിക്കുക, നല്ല റെസ്റ്റ് എടുക്കുക. അങ്ങനെ നമ്മൾ 1000 പഞ്ചസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത്. അത് ഹാൻഡ് റാപ്പ് മാത്രമേ ഇട്ടിട്ടുള്ളായിരുന്നു, ഗ്ലൗസ് ഇട്ടിട്ടില്ലായിരുന്നു. അപ്പോൾ നിങ്ങളൊക്കെ ചെയ്യുന്നവർ ശ്രദ്ധിക്കുക, ഇഞ്ചുറി ഒന്നും ആവാതിരിക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ പ്രോപ്പർ പ്രൊട്ടക്ഷനിൽ തന്നെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക, ഹാൻഡ് റാപ്പ് ഗ്ലൗസ് എല്ലാം ഇട്ടിട്ട് തന്നെ ചെയ്യുക. അപ്പോൾ ഞാൻ ചെയ്യുന്നതുകൊണ്ട് ആരും അനുകരിക്കരുത്. ഞാനൊരു പ്രോപ്പർ വെയിറ്റ് ബാലൻസിലാണ് ഇടിക്കുന്നത്, ഫുൾ ഓൺ പവർ ഇട്ടല്ല ഇടിക്കുന്നത്. അപ്പോൾ ഇഞ്ചുറിയൊക്കെ ആയാൽ നിങ്ങൾക്ക് പിന്നീട് പ്രാക്ടീസ് ചെയ്യാൻ പറ്റാതെ വരും, നല്ല റെസ്റ്റ് കൊടുക്കേണ്ടി വരും. സോ എല്ലാവരും കെയർഫുള്ളായിട്ട് വർക്കൗട്ട് ചെയ്യുക. ദിവസം പഞ്ചസ് നമ്മൾ ഫിനിഷ് ചെയ്തു. പഞ്ചസിന് ശേഷം നമ്മുടെ ലാസ്റ്റ് സെറ്റ് പുഷപ്സും നമ്മൾ ഫിനിഷ് ചെയ്തു. അങ്ങനെ ടോട്ടൽ 500 പുഷപ്സ് ഫിനിഷ് ആയിരിക്കുവാണ്. പഞ്ചസ് ചെയ്തിട്ട് 100 പുഷപ്സ് ചെയ്യാൻ ഇച്ചിരി ടഫായിരുന്നു. അങ്ങനെ നമ്മൾ എന്തായാലും 500 പുഷപ്സ് കംപ്ലീറ്റ് ചെയ്തു. ബ്രോ, വിട്ടു കൊടുക്കണമെന്ന് തോന്നുന്ന ആ ഒരു സമയമുണ്ടല്ലേ, അതാണ് നിങ്ങളുടെ മുന്നേറ്റത്തിനുള്ള സമയം. സോ കൂടുതൽ സ്ട്രോങ് ആയി മുന്നോട്ട് മൂവ് ചെയ്യുക. നിങ്ങളുടെ ബെറ്റർ ടൈം വരാനിരിക്കുന്നേ ഉള്ളൂ. സ്റ്റേ ഫിറ്റ്. ശേഷം ബർപ്പീസ് ആയിരുന്നു, നമ്മൾ 50 ബർപ്പീസ് കംപ്ലീറ്റ് ചെയ്തു. നമ്മുടെ ലൈവ് സെഷനിൽ കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നത് എൻ്റെ ഡയറ്റ് പ്ലാനെ കുറിച്ചെല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കൂടുതലും കാപ്സ് ലോഡ് ചെയ്യുന്നുണ്ട്, കലോറി ഇൻടേക്ക് കൂടുതലാണ്. അപ്പോൾ അത് ബേൺ ചെയ്യുന്നുണ്ട്, അത്യാവശ്യം കൂടുതൽ കാർഡിയോ വർക്കൗട്ടൊക്കെ ചെയ്യുന്നത് കൊണ്ട് തന്നെ കലോറി ഇൻടേക്ക് അത്രയും വേണം. സോ എണ്ണം കണക്കായിരിക്കില്ല, മറ്റുള്ളവർ വെയിറ്റ് ലോസിനൊക്കെ ഉള്ളവർ ഇൻടേക്ക് ശ്രദ്ധിക്കുക, പ്രോട്ടീൻ ഇൻടേക്ക് ആയാലും എല്ലാം ശ്രദ്ധിക്കുക. അങ്ങനെ 25 മീറ്റർ ഹാൻഡ് സ്റ്റാൻഡ് വാക്കിങ് കംപ്ലീറ്റ് ചെയ്തു. ദെൻ 25 ഹാൻഡ് സ്റ്റാൻഡ് പുഷപ്സ് ആണ്, അത് നമ്മൾ ഇപ്പോഴെല്ലാം സപ്പോർട്ട് കൊടുത്താണ് ചെയ്യുന്നത്. ബട്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. റെഗുലർലി നമ്മൾ ചെയ്യുന്നതുകൊണ്ട് എന്തായാലും നമുക്ക് ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാകും. സപ്പോർട്ടില്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റും. എന്തായാലും നമ്മുടെ ഇന്നത്തെ ചലഞ്ച് കംപ്ലീറ്റ് ആയി. എല്ലാവരും സ്റ്റേ ഫിറ്റ്.